വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. 3 ഹൃദയങ്ങൾക്കായി ആകാശത്തിലെയും ഭൂമിയിലെയും വഴികൾ തുറന്ന് റിയാദ്. നന്മയ്ക്ക് സല്യൂട്ടായി ലോകം. 3 ഹൃദയങ്ങൾക്കായി വഴികളെല്ലാം തുറന്നു വച്ചിരിക്കുകയായിരുന്നു ഇന്നലെ റിയാദിലെ കിങ് ഫെയ്സൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. 3 വഴിക്കെത്തിയ 3 ഹൃദയങ്ങൾ 3 മനുഷ്യരിൽ തുന്നിച്ചേർത്ത് അവരെ ജീവിതത്തിന്റെ പുതുവഴിയിലേക്ക് കിങ് ഫെയ്സൽ ആശുപത്രി നയിച്ചു. ഒരു ഹൃദയം എത്തിയത് അബുദാബിയിൽ നിന്നായിരുന്നു, മറ്റൊന്ന് ജിദ്ദയിൽ നിന്നും. 3-ാമത്തെ ഹൃദയം എത്തിയത് റിയാദിൽ നിന്നാണ്. UAE മലയാളികൾക്ക് അഭിമാനം. മലയാളിയുടെ നാമധേയത്തിൽ അബുദാബിയിൽ റോഡ്. UAE മലയാളികൾക്കാകെ അഭിമാനം പകർന്ന് മലയാളിയുടെ നാമധേയത്തിൽ UAEയിൽ റോഡ്. രാജ്യത്തിന്റെ ആരോഗ്യമേഖല കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സംഭാവന നൽകിയ അലൈൻ്റെ പ്രിയ മലയാളി ഫിഷുഗരൻ ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിലാണ് UAE ഭരണകൂടം അബുദാബിയിലെ റോഡ് നാമകരണം ചെയ്തിരിക്കുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനം ഉടനെ. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ. അടുത്ത കോടതി സിറ്റിംഗിൽ മോചന ഉത്തരവ് ഇറങ്ങുമെന്ന് റഹീമിന്റെ അഭിഭാഷകൻ അറിയിച്ചു. ഭാരതത്തിലെ ആദ്യത്തെ ക്രിസ്തീയ ദേവാലയമായ പാലയൂരിൽ തോമാ ശ്ലീഹ പള്ളിയിൽ തർപ്പണ തിരുനാൾ. ഭാരതത്തിലെ ആദ്യത്തെ ക്രിസ്തീയ ദേവാലയമായ പാലയൂരിൽ തോമാശ്ലീഹ തർപ്പണാത്ഭുതം ചെയ്ത പൂർവികർക്ക് ജ്ഞാനസ്നാനം നൽകിയതിന്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന തിരുനാളിന് UAE കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുൻ വർഷത്തിലെ പോലെ ഈ വർഷവും ജൂലൈ 13-14 തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചു. ഭീകരവാദ കുറ്റകൃത്യങ്ങൾ UAE 53 പേരെ ശിക്ഷിച്ചു. മലയാളി യുവാവ് ഷാർജയിൽ അന്തരിച്ചു. മലപ്പുറം തിരൂർ ചമ്രവട്ടം കുളങ്ങര വീട്ടിൽ മുഹമ്മദ് അസ്ലമാണ് ഹൃദയാഘാതം മൂലം അന്തരിച്ചത്. കഴിഞ്ഞ 1.5 വർഷമായി ഷാർജയിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. വിംബിൾഡൺ വനിതാ സിംഗിൾസിൽ പവോലിനി ഫൈനലിൽ. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.